നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഓണം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. ബാക്കി എല്ലാവരുടെയും എടുത്തു കഴിഞ്ഞു. ഇനി എൻ്റെ മാത്രമേ എടുക്കാൻ ബാക്കിയുള്ളൂ. വിഷ്ണുവും കുട്ടിയും ഒരേപോലത്തെ മാച്ചിങ് ഷർട്ടാണ് കാണിച്ചത്. ഇതിപ്പോൾ ബേബീൻ്റെ വാങ്ങിച്ചിട്ട് നമ്മളങ്ങനെ കഴുകി, ലൈക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ കഴുകിയിട്ട് ഇപ്പോൾ ഈ കളർ തന്നെ ഞാനിപ്പോൾ എടുക്കാൻ നോക്കുന്നുണ്ട്. അറിയില്ല കിട്ടുമെന്ന്. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിനാണ് പോണത്. സോ സീ യു. ഇത് കഴിഞ്ഞിട്ടാണോ? സൂഡിയോ കഴിഞ്ഞിട്ട് മാക്സിന്റെ ബർത്ത്. ഇവിടെ ഫുൾ ഇങ്ങനത്തെ കടകളാണ്. മാക്സ് വെസ്റ്റ് സൈഡ്, അവിടെ പോയ ലൈഫ് സ്റ്റൈൽ. ഇപ്പോഴത്തെ പാൻറ്റ്ലൂൺസ് കഴിഞ്ഞു. ആസ് യൂഷ്വൽ വലിയ കാര്യത്തിൽ പോയി. സംഭവം ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ വെസ്റ്റ് സൈഡ് പോകാമെന്ന് വിചാരിക്കാം. മെജോറിറ്റി സ്ഥലത്തിൽ നമ്മൾ കണ്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കിഷ്ടമായ ഒന്നുമില്ലെങ്കിൽ വിഷ്ണുവിന് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ വിഷ്ണുവിന് ഇഷ്ടമായ എനിക്കിഷ്ടാവില്ല. സോ രണ്ടുപേർക്കും ഇഷ്ടമാവണ ഒരു സംഭവം ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ കണ്ട പോലെ തന്നെ സെയിം സാധനം ഇങ്ങനെ റിപ്പീറ്റഡ്ലി, ലൈക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു പോലെ തോന്നി. ഇപ്പോൾ കുറേ സ്ഥലത്ത് ഓൾറെഡി എൻ്റെ അടുത്തുള്ള പോലെയോ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്ക് പോലെ ഒന്നും അങ്ങനെ തോന്നിയില്ല. സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഓണമാകുമ്പോൾ നമ്മുടെ നാട്ടിലാണല്ലോ കുറച്ചുകൂടി പ്രത്യേകത. അപ്പോൾ ഇവിടെ അത് കാരണം സ്റ്റോക്കൊന്നും അങ്ങനെ പുതിയതായിട്ട് വന്നിട്ടുണ്ടാവില്ല ഓണത്തിന്. അതായിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് പാൻറ്റ്ലൂൺസിൽ നോക്കാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടുമോ കിട്ടില്ലേന്ന്. പാൻറ്റ്ലൂൺസാണ് നെക്സ്റ്റ് പോയത്. അപ്പോൾ അവിടെ എനിക്ക് ഒന്നാമത്തെ അവിടെ ഇന്ത്യൻ വെയർ വളരെ കുറവായിരുന്നു. പിന്നെ ഉള്ളതും കളറിൽ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ കൂടി ഒരെണ്ണമാണ് കളറ് കറക്റ്റായിട്ട് കിട്ടിയത്. അത് ഫ്രണ്ടിൽ മാത്രം നെക്കിൻ്റെ അവിടെ ഇത്തിരി ഡിസൈനും ആൻഡ് എക്സ്ട്രീംലി പ്രൈസി ആയിരുന്നു. ലൈക്ക് എനിക്കത് ഒട്ടും വേർത്തായിട്ട് തോന്നിയില്ല. അത്രയും പ്രൈസ് കൊടുത്ത് അത് വാങ്ങിക്കാൻ അറൗണ്ട് 6K 7K ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീരെ വേർത്തായിട്ട് തോന്നിയില്ല എനിക്ക്. ഫാഷൻ ഫാക്ടറി ഉണ്ട്. പിന്നെ ഇതാണ് തോന്നുന്നു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ആദ്യം നമുക്ക് ലൈഫ് സ്റ്റൈലിൽ പോവാം. അവിടെ കിട്ടിയില്ലെങ്കിൽ ഇതാ ലൈഫ് സ്റ്റൈലുണ്ട് ഇവിടെ. ആദ്യം ലൈഫ് സ്റ്റൈലിൽ പോയിട്ട് അവിടെ കിട്ടിയില്ലെങ്കിൽ ഫാഷൻ ഫാക്ടറി പോവാം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ സോച്ചിക്ക് പോവാം. ഇതൊക്കെ കിഡ്സിൻ്റെ ആണല്ലോ. ഇതുകൊണ്ട് എനിക്ക് ഇതും ഇഷ്ടമായി നന്നായിട്ട്. ബട്ട് ആസ് യൂഷ്വൽ എന്തെങ്കിലും അവനവന് വാങ്ങിക്കണം. വേണ്ടാന്ന് വെച്ചോ? അവന് പുറത്ത് വന്ന് അപ്പം ഉറങ്ങും. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ശിവരാത്രി തന്നെ. ലൈഫ് സ്റ്റൈലിലും സെയിം പ്രശ്നം ഉണ്ടായിരുന്നു. കളർ കാരണം ഭയങ്കര ഒരു ഓബ്ലിഗേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഒരെണ്ണം ഇഷ്ടമായതിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും നെക്കിൻ്റെ അവിടെ മാത്രം ഒരു ഡിസൈനും പിന്നെ ഭയങ്കര ഒരു ഹെവി ക്ലോത്ത്, അതായത് ക്ലോത്തിന് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഒരു ജൂട്ട് പോലത്തെ ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ മറ്റേതിന് വർക്കിംഗ് ഭയങ്കര ജാസ്തിയായിരുന്നു. അപ്പോൾ കുട്ടീനെ അത് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അത് കാരണം അതും വേണ്ടാന്ന് വെച്ചു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോണത് ഫാഷൻ ഫാക്ടറിയാണ്. ഞാനിതുവരെ പോയിട്ടില്ല അവിടെ, ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അവിടെയും പോവും. പിന്നെ സോച്ചിൽ പോയാൽ എന്തായാലും നമുക്ക് ഇഷ്ടമാവണ എന്തായാലും കിട്ടുമെന്ന് വെച്ചു. അപ്പോൾ ലാസ്റ്റ് അതാണ് സോച്ചിലേക്ക് പോകാമെന്ന് വെച്ചാൽ. നമ്മളിതുവരെ പോയിട്ടില്ല. പക്ഷെ അങ്ങോട്ട് അടുത്ത സ്റ്റോപ്പ് ഫാഷൻ ഫാക്ടറി. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു വിമിഷ്ടമുണ്ട്. പക്ഷെ
അയ്യോ! ഇവിടെ ഒന്നും പറയണ്ട. ഭയങ്കരമായിട്ട് വിമ്മിഷ്ടമെടുത്തു. ലൈക്ക് ഒന്നും നമുക്ക് നോക്കാനുള്ളൊരു ഇതുപോലും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അത്രയും വിമ്മിഷ്ടമെടുത്തു. AC ഓൺ ആയിരുന്നില്ല. എന്താണാവോ, ഞാൻ ആദ്യമായിട്ടാണ് പോണത്, എനിക്കറിയില്ല അവിടെ എങ്ങനെയാണെന്ന്. AC ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. തുണീൻ്റെ മണവും എല്ലാം കൂടി ഭയങ്കരമായിട്ട് ഒരു മാതിരി ഫീലിംഗ് ആയിരുന്നു. നമ്മൾ എത്രയും വേഗം അവിടെ നിന്ന് ഇറങ്ങി പോന്നു. ഇനി ലാസ്റ്റ് സോച്ചിൻ്റെ പ്രത്യേകത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഐറ്റംസ് കുറവാണെങ്കിലും അവരുടെ ക്വാളിറ്റിയും ഡിസൈൻസൊക്കെ ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. നല്ല നല്ല ഫിനിഷിങ്ങും നല്ല ക്വാളിറ്റി ആയിരിക്കും. ലാസ്റ്റിൽ വന്നത് ഇത് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഇതും ഞാൻ സെലക്ട് ചെയ്തു. ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണമാണ് ഞാൻ ഓണത്തിൻ്റെ അന്ന് ഇടുക. അത് നമുക്ക് ഓണം വ്ളോഗിൻ്റെ അന്ന് കാണാം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ വിശപ്പ്. അപ്പോൾ കൊൽക്കത്ത കാട്ടിക്കൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാറിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കുട്ടീനെ കൊണ്ട് എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ സാധനം വാങ്ങിച്ചു. വീട്ടിൽ സാധനം വാങ്ങിച്ചു. ഇതാ റോളും വാങ്ങിച്ചു. ഇതാ അപ്പോൾ ഡിന്നർ നമ്മൾ ആക്ച്വലി വീട്ടിലെല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് മാത്രം. അപ്പോൾ കാന്തി സ്വീറ്റ്സ് കണ്ടപ്പോൾ കാന്തി സ്വീറ്റ്സിനും കൂടി സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മഞ്ഞൻ ജിലേബി വേണം. हाँ वही वाला 4 पीस. കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. കഴിക്കൂ. जीरो शुगर लड्डू അയ്യോ എനിക്ക് കാണാനില്ല. അമ്പാടി മലയാളത്തിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അമ്പാടി അപ്പോൾ അങ്ങനെ ഒഫീഷ്യലി എല്ലാവരുടെയും ഓണക്കോടി എടുത്തു കഴിഞ്ഞു. കുട്ടിയുടെ ആദ്യത്തെ ഓണമാണ്. നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓണം വ്ളോഗ് ഒക്കെ എടുക്കാമെന്ന് പ്ലാൻ ഉണ്ട്. ഇനിയിപ്പോൾ നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.